ജേർണലിംഗുകാര് കമന്റ് ഇട്ടിട്ട് ജേർണലിംഗ് ജയിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. എവിടെ ജേർണലിംഗ് ഫാൻസ് കടന്നു വരും. തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സംശയം ഉണ്ടാവില്ലല്ലോ. ഇനി നിങ്ങളുടെ ജേർണലുകൾ അയച്ചു തരുവാണെങ്കിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് നമ്മുടെ വീഡിയോ തന്നെ കാണിക്കൂട്ടോ. എന്റെ എളുപ്പത്തിന് കുറച്ച് വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പമാവട്ടെ എന്ന് വെച്ചാ കോല് പോലത്തെ പടങ്ങൾ വരച്ചേക്കുന്ന സംഗതി സിമ്പിൾ ആണെങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഏത് പടം വരച്ചാലും കറുത്ത ഒരു ഔട്ട്ലൈൻ അങ്ങ് മസ്റ്റാ. നമ്മളെ ഇൻസ്റ്റാ യുഗത്തിലല്ലേ, മൊത്തത്തിലങ്ങ് ഇൻസ്റ്റാ വൈബ് നിറച്ചിട്ടുണ്ട്. അവനവന്റെ ഇൻസ്റ്റാ ഐഡി ഇവിടെ എഴുതിക്കോ. നമ്മുടെ ഫേവറേറ്റ് ഡ്രോയിങ്ങിന് കൂടുതൽ ലൈക്ക് അങ്ങ് കൊടുത്തേരെ. ഇനി അടുത്ത പടത്തിലേക്ക് നീങ്ങാം. പെൺകുട്ടിയെ വരച്ച സ്ഥിതിക്ക് ഒരു ആൺകുട്ടിയെ കൂടി ഇരിക്കട്ടെ. ഈ കാഴ്ചകളൊക്കെ ജനലിലിരുന്ന് കാണുന്നതായിട്ടാ വരച്ചേക്കുന്നത്. ബർത്ത്ഡേ സ്പെഷ്യലിന് ഒട്ടിക്കാനുള്ള ക്യാൻഡിൽ കൂടി അങ്ങ് സെറ്റ് ആക്കാം. ഇനി ഫുള്ള് കട്ടിംഗ് ആണ്. എല്ലാവരും വെട്ടിയെടുത്ത് കഴിഞ്ഞോ? ഞാനിവിടെ തുടങ്ങുവാ. എല്ലാം ഒന്ന് മേശപ്പുറത്തങ്ങ് അടുപ്പിക്കാം, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വൈബങ്ങ് പോകും. വെട്ടിയെടുത്തേനൊക്കെ ഇനി കളറങ്ങ് അടിക്കാം. പാസ്റ്റൽ കളർ തന്നെ ഉപയോഗിക്കണേ. അപ്പൊ എല്ലാം ആയെങ്കിൽ ഡയറി തുറന്നോ. ആദ്യം പ്രൊഫൈൽ അങ്ങ് ഒട്ടിച്ചേക്കാം. പിന്നെ എബോട്ട് മീ എഴുതി കളറങ്ങ് കൊടുക്കാം. ഇനിയാണ് കഥാപാത്രങ്ങൾ വരുന്നേ. ഇത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചേ. കരാട്ടക്കാരുണ്ടെങ്കിൽ ഇതങ്ങ് വരച്ചോ. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് സ്റ്റഡി തന്നെ. ഈ ക്യാൻഡില് നമുക്ക് നടുക്കങ്ങ് സ്ഥാപിക്കാം. ആമ്പിള്ളേരാണെങ്കിൽ പന്തുകളെയും മീൻപിടുത്തവും മസ്റ്റാ. പിന്നെ അമ്മ നട്ടേക്കുന്ന കുറച്ച് ചെടി കൂടി നനച്ച ആക്ടിവിറ്റി പൂർത്തിയായി. ഇതൊക്കെ ഒരാള് മോളീന്ന് കാണുന്നുണ്ട് കേട്ടോ. അവനവന്റെ ഡയലോഗ് കൂടി കൊടുത്ത എല്ലാം സെറ്റ്. ഇന്നത്തെ ജേർണല് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടായോന്ന് പറയാൻ മറക്കല്ലേ. ഇത് കണ്ടാ മാത്രം പോരാ, ചെയ്തിട്ട് ഷെയർ ചെയ്യാനും മറക്കണ്ട.